രാഷ്ട്രീയ വിവാദത്തിന് വേദിയായി ആശാ വർക്കർമാരുടെ രാപ്പകൽ സമര സമാപന സമ്മേളനം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആശാ സമരത്തിന്റെ സമാപനത്തിനെത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് അനിഷ്ടം. ഇക്കാര്യം സമരസമിതിയിലൂടെ അറിഞ്ഞ രാഹുൽ സമരവേദി വിട്ടു. അതേസമയം അവകാശങ്ങൾക്കായുള്ള സമരം തുടരുമെന്ന് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു. സമരം അവസാനിപ്പിക്കുകയല്ല, സമരം തുടരുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമരം തുടരും. ഈ ഗവൺമെന്റ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഏറ്റവും മിനിമം കൂലി ഒരു ദിവസം 700 രൂപ, ഒരു പ്രതിമാസം 21,000 രൂപ, അത് പട്ടിണിക്കൂലി. ആ പട്ടിണിക്കൂലി വാങ്ങിക്കൊണ്ടേ ഞങ്ങളുടെ ഈ ഡിമാൻഡിനോടുള്ള സമരം അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ സമരഘട്ടങ്ങൾ കടന്ന്, അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം. മുടിമുറിച്ച സ്ത്രീകൾ മുടി മുറിച്ചുകൊണ്ട്, ഈ പൊതുവഴി ഉപരോധിച്ചുകൊണ്ട്, നിയമസഭയിലേക്ക് വൻപിച്ച മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര നടത്തിക്കൊണ്ട്, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ച് അടക്കം ചെയ്തുകൊണ്ട് ഉയർന്ന ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ സ്ത്രീകളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഈ തെരുവിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അടുത്ത ഘട്ടം സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഈ സമരം 266 ദിവസമാണ് എത്തിയിരിക്കുന്നത്. ഈ 266 ദിവസം എത്തുമ്പോഴാണ് താൽക്കാലികമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ സമരം സമാപിക്കുന്നു എന്ന് പറയുന്നത്. സമരപ്രഖ്യാപനവുമായി മുഖ്യമന്ത്രിയാണ് ഈ സമാപന സമ്മേളനം, അതായത് സമരപ്രതിജ്ഞ റാലി ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നു, അതായത് ഈ 1000 രൂപയെ വർദ്ധിപ്പിച്ചുകൊണ്ട്, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരം പിൻവലിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കൂടിയാലോചനകൾ നടന്നിരുന്നു. ഈ സമര നേതാക്കൾ കഴിഞ്ഞ ദിവസം ഒരു കൂടിയാലോചന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോഴും അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം മാത്രമാണ് അവസാനിക്കുന്നത്. തുടർന്നും സർക്കാരിനെതിരെയും അതോടൊപ്പം തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറുന്നത് സമരമുണ്ടാകും. വേണമെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി എത്തുമെന്നും ആശാപ്രവർത്തകർ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ സമരപ്രതിജ്ഞ റാലി അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷം ആശാപ്രവർത്തകർ സമരപ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് ഒരു സമരപ്രതിജ്ഞ നടത്തിയിരുന്നു. ആ പ്രതിജ്ഞ നടത്തിയ ശേഷം ഇനി ഒരു റാലി ഉണ്ടാകും. ആ റാലിയോട് കൂടിയായിരിക്കും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരത്തിനൊരു സമാപനത്തിലേക്ക് എത്തുക. തുടർന്ന് ഇന്നോടുകൂടി തന്നെ സമരത്തിൻ്റെ പന്തലടക്കം പൊളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം സമര നേതാവ് MA ബിന്ദു ഉണ്ട്. സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഇവിടുത്തെ സമര രൂപം മാറ്റുന്നു, അവസാനിപ്പിക്കുന്നില്ല. ജില്ലകളിലേക്ക് പോകുന്നു. നമ്മുടെ 1ാം വാർഷികം ഫെബ്രുവരി 10-ന് ഞങ്ങൾ ആയിരങ്ങളായിട്ട് ഈ ഡിമാൻഡ് ഉയർത്തി ഇവിടെ വരും. നീണ്ട സമരത്തിന്റെ സ്ത്രീകൾ നടത്തുന്ന സമരം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന ഒരു സമരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും കാലം 266 ദിവസം രാവും പകലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതിനു മുമ്പ് ഒരു സമരം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ തൊഴിലാളി സമര ചരിത്രത്തിൽ ഇത്തരം ഒന്ന് ആദ്യമായിട്ടാണ്. സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ ഇത്രയും ദീർഘകാലം ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരം ആദ്യമാണ്. പക്ഷേ അതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റ് വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിയ ഡിമാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നത് വരെ, വിജയം വരെ ഉറച്ചു നിൽക്കുമെന്നുള്ള ഇച്ഛാശക്തി, സ്ത്രീകൾ പ്രകടിപ്പിച്ച ഇച്ഛാശക്തിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിറയെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ കേട്ടിരുന്നു CPM നേതാക്കളുടെ ഭാഗത്തുനിന്നും മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നൊക്കെ. തീർച്ചയായിട്ടും അത് അങ്ങനെയെല്ലാം ഉണ്ടായി. പക്ഷേ ഞങ്ങൾ അതിനൊന്നും വിലക്കെടുക്കുന്നില്ല. നമ്മുടെ സമരം ന്യായമാണെന്നുള്ളത് നമുക്കെതിരെ അഭിപ്രായം പറയുന്നവർ വളരെ ന്യൂനപക്ഷമാണ്. നമ്മളെ പിന്തുണയ്ക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു, ഇനിയും മുന്നേറും. മുഖ്യമന്ത്രിയോടും CPM നേതാക്കളോടും എന്താ പറയാനുള്ളത്? ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ഒരു തൊഴിലാളി സമരത്തെയും കൈകാര്യം ചെയ്യരുത്. ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ നികുതി പണത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാർ ജനാധിപത്യപരമായ രീതികൾ കാണിക്കണം. ജനാധിപത്യ സമരങ്ങളെ, തൊഴിൽ സമരങ്ങളെ ഇത്ര നിന്ദ്യമായി, നീചമായി, ജനാധിപത്യ വിരുദ്ധമായി കൈകാര്യം ചെയ്യരുത്. പ്രത്യേകിച്ച് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ ഒരു തരത്തിലും കൈകാര്യം ചെയ്യരുത്. ദേവിക, അത് തന്നെയാണ് ഇത്തരത്തിൽ നീചവും നിന്ദ്യവുമായ ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരങ്ങളോട് നടത്തിയത്. അതിന് ഈ ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്നത്. സമരം ആരംഭിച്ച മുതൽ തന്നെ CPM നേതാക്കളും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം
അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സംസ്ഥാന സെക്രട്ടറി അടക്കം ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ ചൊരിയുകയും ചെയ്തു. ഈ ഇത്രയും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയും കഷ്ടനഷ്ടങ്ങളും എല്ലാം സഹിച്ചുകൊണ്ടാണ് 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമിരുന്നത്. ആ രാപ്പകൽ സമരത്തിൽ ഒരു തവണ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് ആ അനുകൂല നടപടികൾ ആകാതെ വന്നതോടുകൂടിയാണ് തുടർന്ന് ഘട്ടം ഘട്ടമായിട്ട് മുറിമുടിച്ചും അതോടൊപ്പം തന്നെ മുടിമുറിച്ചും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയും അതോടൊപ്പം നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയും സത്യാഗ്രഹം നടത്തിയും അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയുമെല്ലാം സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സമരം തുടരുമ്പോഴും ആശാപ്രവർത്തകരോട് നിന്ദ്യമായ രീതിയിൽ തന്നെയായിരുന്നു സർക്കാരിൻ്റെ സമീപനം. ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന പേരിൽ അഭിരമിക്കുന്ന CPM നേതാക്കളടക്കം ഇത്തരത്തിൽ CITയുടെ നേതാക്കളടക്കം ആശാപ്രവർത്തകർക്കെതിരെ അധിക്ഷേപം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും നിന്ദ്യമായ രീതിയിൽ ഒരു തൊഴിൽ സമരത്തെ അടിച്ചമർത്തുന്നത് കേരള ജനത കണ്ടിട്ടില്ല. ആ സമരത്തെ അത്രയും അധിക്ഷേപങ്ങൾക്കിടയിലും അവഹേളനങ്ങൾക്കിടയിലുമാണ് ഈ സമരം ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നത്. 266 ദിവസം എത്തി നിൽക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു അനുകൂല നടപടി ഉണ്ടാകുന്നത്. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഈ 1000 രൂപ വർധനവെന്ന് പറഞ്ഞാൽ അതൊരു പ്രതിദിന കണക്കിലേക്ക് വരുമ്പോൾ 33 രൂപ മാത്രമാണ് ഇവർക്ക് ലഭിക്കുക, ആശമാർക്ക് ലഭിക്കുക. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ സമരം 1000 രൂപ വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാപ്പകൽ സമരം അവസാനിപ്പിക്കുവാനൊരു നീക്കം, ഒരു തീരുമാനത്തിലേക്ക് സമരസമിതി എത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിക്കുന്നു. അതിനുശേഷം ജില്ലാ തലങ്ങളിൽ തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വരുന്ന ഫെബ്രുവരി 10-ാം തീയതി രാപ്പകൽ സമരത്തിൻ്റെ 1-ാം വാർഷികത്തിന് ആയിരക്കണക്കിന് ആശാപ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും വലിയ സമരമാണ് നടന്നത്. ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നടന്നത്. വലിയ സമരമാണ് നടന്നത്. അവരെല്ലാം മുക്തരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ സമരമാണ് ഈ നിമിഷം എന്ത് പറയുന്നു? 10 വർഷമായില്ലേ എന്ത് പറയുന്നു ഈ നിമിഷം? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയോ? സമരത്തിന്റെ ഭാഗമായി അപ്പോൾ സമരം ഇന്ന് അവസാനിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.